ഫ്രണ്ട്സ്, വിക്കൂസ് വ്ലോഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ടോപ്പിക്കാണ് പഠിച്ചു വന്നത്. അതിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഇതിന് മുന്നേ ഇട്ട ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ പോയൊന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ നമ്മൾ ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ വരെയാണ് പഠിച്ചത്. മീററ്റ്, ലക്നൗ, ആഗ്ര, അലഹബാദ്, മധുര, അലിഗഡ്. അതിൻ്റെ ബാക്കി ഭാഗം 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ആരായിരുന്നു? ഈ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് നാനാ സാഹിബ് ആയിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ് ആയിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ വന്ധ്യവയോധികൻ കൺവർ സിംഗുമായിരുന്നു. അപ്പോൾ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബും നാനാ സാഹിബിനും വന്ധ്യവയോധികൻ കൺവർ സിംഗുമായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ എവിടെയെല്ലാം? പഞ്ചാബ്, ബോംബെ, മദ്രാസ്. എവിടെയെല്ലാം? പഞ്ചാബ്, ബോംബെ, മദ്രാസ്. 1857 വിപ്ലവത്തിൻ്റെ 150-ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത് ഏത് വർഷത്തിലായിരുന്നു? 2007. 1857 വിപ്ലവത്തിൻ്റെ 150-ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത് 2007 1857 വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ അറിയപ്പെടുന്നത്. അപ്പോൾ 1857 വിപ്ലവത്തിനൊരു സ്മാരകമുണ്ടായിരുന്നു. ആ സ്മാരകത്തിൻ്റെ പേരായിരുന്നു മ്യൂട്ടിനി മെമ്മോറിയൽ. ഇത് അറിയപ്പെടുന്നത് അജിത്ത് ഗട്ട് എന്നാണ്. അജിത്ത് ഗട്ട്, ഇത് ഡൽഹിയിലാണ്. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ അറിയപ്പെടുന്നത് അജിത്ത് ഗട്ട് എന്നാണ്. ഇത് ഡൽഹിയിലാണ്. അടുത്ത ഈ ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു വില്യം ഹോഡ്സൺ. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിന് മുന്നിൽ നിന്നാണ്? ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഈ ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത്. അപ്പോൾ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെ മുന്നിൽ നിന്നാണ് ആര് പിടിയിലായത്? ഈ ബഹദൂർ ഷാ രണ്ടാമൻ പിടികൂടിയത്. ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? റങ്കൂണിലേക്ക്. ബഹദൂർ ഷാ രണ്ടാമനെ എവിടേക്കാണ് നാടുകടത്തിയത്? റങ്കൂണിലേക്ക്. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച വർഷമായിരുന്നു 1862. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച വർഷം 1862. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്ന് ആണ് എന്ന് ചോദിച്ചാൽ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ. അടുത്തത്, ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ റങ്കൂണിലേക്ക്. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച വർഷമാണ് 1862.